ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലിസ്ട്രേറ്ററിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വെക്ടർ സീനറി എങ്ങനെ ആഫ്റ്റർ എഫക്ട്സിൽ കൊണ്ടുവന്ന് അവിടെ അനിമേഷൻ കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇലിസ്ട്രേറ്ററിൽ നിന്ന് ആഫ്റ്റർ എഫക്ട്സിലേക്ക് ഫയൽസ് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഈ ഒരു സീനറി കണ്ടോ, ഇവിടെ ഒരുപാട് എലമെന്റ്സ് വരുന്നുണ്ട്. ട്രീസ് വരുന്നുണ്ട്, മൗണ്ടെയിൻസ് വരുന്നുണ്ട്, സ്കൈ വരുന്നുണ്ട്, ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽസും കാര്യങ്ങളും ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിതെല്ലാം സെപ്പറേറ്റ് ലെയർ ആയിട്ട് തന്നെ ആഫ്റ്റർ എഫക്ട്സിൽ കൊണ്ടുവരണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം സെപ്പറേറ്റ് ലെയർ ആയിട്ട് കാണാൻ പറ്റും. വേണ്ട എലമെന്റ്സ് മാത്രം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇലിസ്ട്രേറ്ററിന്റെ ഇന്റർഫേസിലുള്ള പോലെ എത്ര ലേയേഴ്സ് ആണുള്ളത് അത്രയും ലേയേഴ്സ് ആയിട്ട് തന്നെ ആയിരിക്കും ആഫ്റ്റർ എഫക്ട്സിലും അത് ഓപ്പൺ ആവുക. ഇവിടെ ലേയേഴ്സ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒബ്ജക്ട്സ് സെപ്പറേറ്റ് ലെയർ ആക്കിയതിനു ശേഷം മാത്രമേ ഇമ്പോർട്ട് ചെയ്യാവൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ആഫ്റ്റർ എഫക്ട്സിൽ പ്രോപ്പർ ആയിട്ട് അനിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു സീനിൽ ഈ ഫയർ കണ്ടോ, ഇത് എല്ലാം സെപ്പറേറ്റ് ലെയർ ആണ്, പക്ഷെ ഒരു മെയിൻ ലെയറിന്റെ ഉള്ളിലാണ്. ഓക്കെ, ഗ്രൂപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ടിരിക്കുന്ന ഒരു ലെയറിനെയാണ് ഞാൻ അവിടെ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഈ ഒരു ലെയർ മാത്രമായിട്ടായിരിക്കും അവിടെ വരാം. അതിന്റെ ഉള്ളിലെ കമ്പോണൻസ് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലെ ലേയേഴ്സ് എനിക്ക് അവിടെ കിട്ടില്ല. ഇതൊരൊറ്റ കോമ്പോസിഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒറ്റ ലെയർ ആയിട്ടേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലെയറിന്റെ ഉള്ളിൽ പോയതിനു ശേഷം ഏത് ലെയർ ആണോ നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് ആ ലെയർ അല്ലെങ്കിൽ ആ ലേയേഴ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ റിലീസ് ടു ലെയർ സീക്വൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സീക്വൻസ് ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ ജസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവരാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഫയറിന്റെ വുഡും സെപ്പറേറ്റ് ലേയേഴ്സ് ആയിട്ട് ഞാൻ എടുത്തു. ഓക്കെ, നമ്മുടെ ഈ ഒരു സീനറിയിൽ ആകെ ഒരു ക്യാരക്ടർ മാത്രമേ വരുന്നുള്ളൂ. ഈ ക്യാരക്ടറിന്റെ ബോഡി പാർട്സ് എല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ആകെ ഇതിന്റെ കൈകൾ മാത്രമേ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രം അനിമേഷൻ കൊടുക്കാനാണ്. ബോഡിക്ക് അനിമേഷൻ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോഡിയിലെ ഓരോ പാർട്ടും സെപ്പറേറ്റ് ലെയർ ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇതില് ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഒറ്റ ലെയർ ആയിട്ടാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് ഒറ്റ ഫ്ലാറ്റ് 2D ലെയർ പോലെയാണ്. നിങ്ങൾക്ക് ഇത് ആഫ്റ്റർ എഫക്ട്സിൽ കൊണ്ടുവന്ന് 3D രീതിയിൽ അലൈൻ ചെയ്യാവുന്നതാണ്. ഓരോ ലേയേഴ്സും സെപ്പറേറ്റ് ആയിട്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയ്ക്കെല്ലാം അനിമേഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ലേയേഴ്സ് എല്ലാം സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം ഫയൽ ഒന്ന് സേവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആഫ്റ്റർ എഫക്ട്സിലേക്ക് പോകാം. ഇവിടുത്തെ ഈ ഒരു ഫയർ ആയിരിക്കില്ല നമ്മൾ അനിമേറ്റ് ചെയ്യുക. ആഫ്റ്റർ എഫക്ട്സിൽ മറ്റൊരു ഫയർ അനിമേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആഫ്റ്റർ എഫക്ട്സിലേക്ക് പോകാം. ഇവിടെ ആഫ്റ്റർ എഫക്ട്സിൽ ഞാൻ ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെക്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്ന സൈസിലല്ല ഞാൻ ഈ കോമ്പോസിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു നോർമൽ HD റെസൊല്യൂഷനിലാണ്. നമുക്കിനി ആ ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ആ വർക്ക് ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇമ്പോർട്ട് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ബോക്സ് കാണാം. ഇവിടെ നിങ്ങൾക്ക് ആ വർക്ക് ഫയൽ എങ്ങനെയാണോ വേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. കോമ്പോസിഷൻ ആയിട്ട് വേണോ, ഫുട്ടേജ് ആയിട്ട് വേണോ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ കോമ്പോസിഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലേയേഴ്സും സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇതിപ്പോ ഫോട്ടോഷോപ്പിൽ നിന്നാണ് നിങ്ങൾ ഫയൽസ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ഇതേ സെയിം ഓപ്ഷൻ തന്നെ കൊടുത്താൽ മതിയാകും. കാരണം രണ്ടും ലെയർ ബേസ്ഡ് ആയിട്ട് നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ കിട്ടണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പ്രൊജക്ട് വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോമ്പോസിഷൻ ആയിട്ട് നമ്മുടെ ഫയൽ കാണാം. അതിന്റെ താഴെ ആ ഫയലിലുള്ള ഓരോ ലേയേഴ്സും സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഇതെല്ലാം വെക്ടർ ആർട്ടായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാനിത് നമ്മുടെ മെയിൻ കോമ്പോസിഷനിലേക്ക് ഡ്രാഗ് ചെയ്യാണ്. ഇതിന്റെ സൈസ് കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ്, പക്ഷെ കുഴപ്പമില്ല. കാരണം വെക്ടർ ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി ലോസ് ആവില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യാണ്. അതിനുശേഷം വേണമെങ്കിൽ അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാൻ അതിന്റെ പൊസിഷൻ കുറച്ചൊന്ന് റൈറ്റിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഞാനിത് ഫ്രെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ വിഷ്വൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കണ്ടോ, റാസ്റ്ററൈസ് ആയ പോലെയാണ് ഇതിരിക്കുന്നത്. കണ്ടോ, അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ വെക്ടർ ലേയേഴ്സ് വെക്ടർ ആയിട്ട് ഇവിടെ കൺവേർട്ട് ആയിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത കോമ്പോസിഷന്റെ ഉള്ളിലേക്ക് പോവുക. ഇവിടെ ആയിരിക്കും നമ്മൾ അനിമേഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കുക. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ലേയേഴ്സും ഇവിടെ കാണാം. ഇലിസ്ട്രേറ്ററിൽ കണ്ട പോലെ തന്നെ ഇവിടെയും ലേയേഴ്സ് ആയിട്ട് കാണാം. നെക്സ്റ്റ് നമുക്ക് ഈ ഫയൽസ് എല്ലാം വെക്ടർ ക്വാളിറ്റിയിൽ തന്നെ എടുക്കാം. എല്ലാ ലേയേഴ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ 3D ലെയറിലൊക്കെ സെലക്ട് ചെയ്ത പോലെ കൊളാപ്സ് ട്രാൻസ്ഫോർമേഷന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലേയേഴ്സ് എല്ലാം വെക്ടർ ക്വാളിറ്റിയിൽ തന്നെ കിട്ടും. കണ്ടോ, ക്വാളിറ്റി ചേഞ്ച് ആയത്. മെയിൻ സീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. കണ്ടോ, ആ ക്വാളിറ്റി വന്നത് വെക്ടേഴ്സ് വെക്ടർ ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടി. നെക്സ്റ്റ് ഞാൻ നമ്മുടെ മെയിൻ കോമ്പോസിഷനിൽ പോയി അതിനുശേഷം മെയിൻ ആയിട്ടുള്ള ലേയേഴ്സ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ലെയർ കാണാം. ഓക്കെ, ലേയേഴ്സ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു കോമ്പോസിഷന്റെ ഉള്ളിലായിരിക്കും നമ്മൾ അനിമേഷനും കാര്യങ്ങളെല്ലാം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോമ്പോസിഷന്റെ വിഡ്ത്തും ഹൈറ്റും എല്ലാം ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആസ്പെക്ട് റേഷ്യോ ലോക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ ജസ്റ്റ് 3K ഫുട്ടേജിലേക്ക് അപ്പ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാം. അതിനുശേഷം നമുക്ക് ഈ ലേയേഴ്സ് ഒന്ന് സ്കെയിൽ അപ്പ് ചെയ്യാം. സ്കെയിൽ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം സെപ്പറേറ്റ് ലെയർ ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഇൻഡിവിജ്വൽ ആങ്കർ പോയിന്റ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ആങ്കർ പോയിന്റിൽ ഇരുന്നുകൊണ്ടായിരിക്കും അത് സ്കെയിൽ ആവാം.
അത് ഒഴിവാക്കി നമുക്ക് ഇത് ഒറ്റയടിക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടി ഞാനൊരു പുതിയ നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതിനുശേഷം ലെയേഴ്സ് എല്ലാം സെലക്ട് ചെയ്ത് അതിലേക്ക് പാരന്റ് ചെയ്തു. അതിനുശേഷം ആ നൾ ഒബ്ജക്റ്റിന്റെ സ്കെയിൽ വാല്യൂ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, കറക്റ്റ് ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് നള്ളിന്റെ ആവശ്യമില്ല, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കുറച്ചുകൂടി ക്വാളിറ്റിയിൽ കാണാൻ പറ്റും. ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ മെയിൻ ക്യാരക്ടറിനെ മാത്രം ഒരു സെപ്പറേറ്റ് കോമ്പോസിഷൻ ആക്കാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അനിമേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഞാനപ്പോൾ ജസ്റ്റ് ആ മെയിൻ ക്യാരക്ടറിന്റെ ലെയേഴ്സ് മാത്രം സെലക്ട് ചെയ്യാണ്. അതിനുശേഷം റീകമ്പോസ് ചെയ്തു. കണ്ടോ, ആ ഒരു ലെയർ മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ക്യാരക്ടറിന്റെ കോമ്പോസിഷന്റെ ഉള്ളിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്യാരക്ടർ ഇരിക്കുന്നതായിട്ടുള്ള ഒരു പോസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാരക്ടറിന്റെ 2 കൈകൾ മാത്രമാണ്. കണ്ടോ, ബോഡിക്ക് വലിയ രീതിയിലുള്ള ഒരു അനിമേഷൻ കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തത്. കൈകൾക്ക് മാത്രം അനിമേഷൻ കൊടുക്കാം എന്നുള്ള രീതിയിൽ. നിങ്ങൾക്ക് ബോഡിക്കും ബോഡി പാർട്സിനും എല്ലാം അനിമേഷൻ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ട് ഇവിടെ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, ഇവിടെ കൈകൾക്ക് നമുക്ക് 2 രീതിയിൽ അനിമേഷൻ കൊടുക്കാം. ബോഡി പാർട്സ് എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനിമേഷൻ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിഗ് ചെയ്യേണ്ട ആവശ്യം വരും. റിഗ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിന്റെ ബോഡി പാർട്സ് എല്ലാം ഒരു സ്കെൽട്ടൺ രൂപത്തിൽ ജോയിന്റുകളെല്ലാം പരസ്പരം കണക്ട് ചെയ്യുന്ന രീതിയാണ്. ഓക്കെ, അത് ചെയ്യാനായിട്ട് പല പ്ലഗിൻസും കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ട് ഇതിന്റെ ആങ്കർ പോയിന്റ് വെച്ചാണ് ജോയിന്റ് കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഈ ഒരു കൈ മാത്രം ഒന്ന് സോളോ ചെയ്യാണ്. ഈ കൈ നോക്കി കഴിഞ്ഞാൽ 2 പാർട്ടാണ്. ഓക്കെ, റിസ്റ്റിന് അനിമേഷൻ കൊടുക്കണം എന്നാണെങ്കിൽ ഇതും സെപ്പറേറ്റ് ഒരു പാർട്ടായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതിലിപ്പോൾ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള അനിമേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സ്കെൽട്ടണോ അല്ലെങ്കിൽ റിഗോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കൈയിന്റെ മെയിൻ ഒരു ജോയിനിലേക്ക് ഇതിന്റെ ആങ്കർ പോയിന്റ് മൂവ് ചെയ്ത് വെക്കുകയാണ്. ഞാനിവിടെ ആങ്കർ പോയിന്റ് കൈമുട്ടിന്റെ ജോയിനിലേക്ക് വെക്കാതെ ഷോൾഡറിന്റെ ജോയിനിലേക്ക് വെച്ചതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞാൻ ഷോൾഡർ ബേസ് ചെയ്താണ് ഇത് അനിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൈമുട്ടിന്റെ അവിടെ നിന്ന് ഞാൻ അനിമേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ മുതൽ കൈ വരെ ഉള്ളത് ഒറ്റ പാർട്ടായിട്ട് എടുക്കാതെ 2 സെപ്പറേറ്റ് പാർട്ടായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ഇലിസ്ട്രേറ്ററിൽ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് റഫായിട്ടൊന്ന് മാസ്ക് ചെയ്ത് എടുക്കാവുന്നതുമാണ്. ഞാനിപ്പോൾ ഷോൾഡർ ജോയിന്റിൽ ആങ്കർ പോയിന്റ് വെച്ചു. ഞാൻ ഇതിന്റെ റൊട്ടേഷൻ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് അനിമേറ്റ് ആവുന്നത്. കണ്ടോ, ഇനി ഞാൻ ജസ്റ്റ് ഇത് 2 ലെയർ ആക്കുവാണ്. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. എനിക്ക് ഈ കൈ 2 പാർട്ടാക്കാൻ വേണ്ടിയാണ്. ഇവിടെ കൈക്ക് വളരെ ചെറിയ മൂവ്മെന്റേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇലിസ്ട്രേറ്ററിൽ ഇതിന്റെ ഹിഡൻ ആയി പോയിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനിമേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോഡി പാർട്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഞാനിത് മാസ്ക് ചെയ്ത് ജസ്റ്റ് എടുക്കുകയാണ്. ജോയിന്റ് അനുസരിച്ചാണ് ഞാനിത് മാസ്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ആ ലെയർ മാത്രം ഒന്ന് സോളോ ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, ഇവിടെ ആയിരിക്കും നമ്മൾ ഇതിന്റെ ആങ്കർ പോയിന്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തു, വൈ പ്രസ് ചെയ്ത് അതിന്റെ ആങ്കർ പോയിന്റ് ചേഞ്ച് ചെയ്ത് വെക്കുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആ ഒരു ജോയിന്റിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യാം, അനിമേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഞാൻ നമ്മുടെ മെയിൻ ലെയറിലേക്ക് പോയി അതിനെ മാസ്ക് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഞാൻ മാസ്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ മാസ്ക് ചെയ്യുന്നതിന്റെ റീസൺ വേറെ ഒന്നും കൊണ്ടല്ല, ജോയിന്റ്സ് കറക്റ്റ് ആയിട്ട് അലൈൻ ആയിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഒരു ബോഡി പാർട്ട് മറ്റൊരു ബോഡി പാർട്ടിനെ ഓവർലേ ചെയ്തിരിക്കുമ്പോൾ അനിമേറ്റ് ആവുന്ന സമയത്ത് അതിന്റെ ഇടയിലെ ഡിഫറൻസ് കാണാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ മാസ്ക് ഒന്ന് ഹൈഡ് ചെയ്യാണ്. അതിനുശേഷം റൊട്ടേഷൻ വാല്യൂ സെലക്ട് ചെയ്തു. മൂവ് ചെയ്യുമ്പോൾ കൈ ഇറങ്ങുന്നുണ്ടോ? നമുക്ക് ഒരു പരിധി വിട്ട് കൈ മൂവ് ചെയ്യാൻ പറ്റില്ല. റീസൺ വേറെ ഒന്നും കൊണ്ടല്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ബെൻഡോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കിട്ടില്ല. ഓക്കെ, ഞാൻ ഇതിന് വളരെ ചെറിയൊരു മൂവ്മെന്റ് മാത്രമേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആങ്കർ പോയിന്റ് യൂസ് ചെയ്ത് അനിമേറ്റ് ചെയ്യുന്നത്. ക്യാരക്ടറിന്റെ ഈ ഒരു കൈക്ക് ഞാൻ കൊടുക്കുന്ന ഒരു അനിമേഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ബീറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു അനിമേഷൻ ആണ്. ജസ്റ്റ് കൈയൊന്നും മുകളിലേക്ക് കുറച്ച് കൊണ്ടും പതുക്കെ താഴ്ത്തേക്ക് വരും. ഓക്കെ, റൊട്ടേഷൻ വാല്യൂ ഞാൻ ഒന്ന് കുറച്ച് മുകളിലേക്ക് വെക്കുകയാണ്. ഒട്ടും ഓവർ ആവരുത്, കാരണം നിങ്ങളുടെ ക്യാരക്ടർ ഓവർലാപ്പ് ആവുന്നത് കൊണ്ട് തന്നെ അത് ബ്രേക്ക് ആവാനും സാധ്യതയുണ്ട്. ഞാൻ അവിടെ കീ കൊടുത്തു. അതിനുശേഷം ഞാൻ 1ാമത്തെ സെക്കൻഡിൽ വന്ന് ഇതിന്റെ വാല്യൂ -1ലേക്കോ -2ലേക്കോ ഇടുവാണ്. എന്തുകൊണ്ടാണ് 0 ഇടാതെ -2ഓ -1ഓ കൊടുക്കുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ ആനിമേഷൻ കുറച്ചുകൂടി ഒന്ന് എക്സാജറേറ്റ് ആവാൻ വേണ്ടിയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു കോമ്പോസിഷൻ ഒരു 3 സെക്കൻഡുള്ള അനിമേഷൻ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കീ ഫ്രെയിംസ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കുന്നുള്ളൂ, ലൂപ്പോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. 2 കീ ഫ്രെയിംസ് സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. അനിമേഷൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ എൻഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എൻ്റെ കീ ഫ്രെയിംസ് കുറച്ചൊന്ന് മൂവ് ചെയ്യാണ്. ഓക്കെ, പ്ലേ ചെയ്ത് നോക്കാം. അനിമേഷൻ എനിക്ക് ഓക്കെ ആണ്. ഞാൻ ജസ്റ്റ് ആ കീ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്യാണ്. അതിനുശേഷം F9 പ്രസ് ചെയ്ത് സ്മൂത്ത് ആക്കി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഓക്കെ, ദെൻ ഞാൻ നമ്മുടെ ഷോൾഡർ ടു എൽബോ ഉള്ള ജോയിന്റിന് അനിമേഷൻ കൊടുക്കുകയാണ്. ആ അനിമേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ക്യാരക്ടറിന് തന്നെ എൽബോ മുതൽ റിസ്റ്റ് വരെയുള്ള ഈ ഒരു പാർട്ട് നമ്മൾ ഷോൾഡർ മുതൽ എൽബോ വരെയുള്ള ആ പാർട്ടുമായിട്ട് പാരന്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ മുതൽ എൽബോ വരെയുള്ള ഈ ഒരു ജോയിന്റ് അനിമേറ്റ് ചെയ്യുമ്പോൾ കൈയും ഒപ്പം മൂവ് ആവാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് പാരന്റ് ചെയ്യാതെ ഇതൊന്ന് അനിമേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടോ സെപ്പറേറ്റ് പാർട്ടായിട്ട് വരുന്നത്. അതേസമയം ഞാൻ പാരന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അനിമേറ്റ് ചെയ്യാണ്. അത് അനിമേറ്റ് ചെയ്യുമ്പോൾ കൈ സ്ട്രേറ്റ് ഇരിക്കുന്ന പോയിന്റിൽ ഞാൻ ജസ്റ്റ് ഷോൾഡർ ഒന്ന് മുകളിലേക്ക് ആക്കുകയാണ്. അവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തു. അതിനുശേഷം കൈ മുട്ടിലേക്ക് വരുന്ന പോർഷനിൽ ഞാൻ ജസ്റ്റ് അതിന്റെ വാല്യൂ കുറച്ചൊന്ന് പുറകിലേക്ക് മാറ്റാണ്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അനിമേഷൻ കാണാൻ പറ്റും. കണ്ടോ, നേരത്തെ പോലെ തന്നെ നമുക്ക് ഈ കീ ഫ്രെയിംസ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം ആ കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, സ്മൂത്ത് ചെയ്യുക, പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ആ ഒരു അനിമേഷൻ എനിക്ക് ഓക്കെയാണ്. ഞാൻ നമ്മുടെ ക്യാരക്ടറിന്റെ രണ്ടാമത്തെ ഹാൻഡ് എടുക്കുകയാണ്. രണ്ടാമത്തെ ഹാൻഡ് ഞാൻ ആങ്കർ പോയിന്റ് വെച്ചല്ല അനിമേറ്റ് ചെയ്യുന്നത്, ഞാൻ വേറൊരു രീതിയിലാണ് അനിമേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആങ്കർ പോയിന്റ് വെച്ച് അനിമേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് പപ്പറ്റ് പിൻ ടൂളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഫോട്ടോഷോപ്പിലെല്ലാം പപ്പറ്റ് പിൻ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെയും നമുക്ക് അത് യൂസ് ചെയ്ത് അനിമേറ്റ് ചെയ്യാവുന്നതാണ്. പല കേസുകളിലും നമ്മൾ ഇതുപോലെ ആങ്കർ പോയിന്റ് വെച്ച് അനിമേറ്റ് ചെയ്യുന്നതിന് പകരം പപ്പറ്റ് പിന്നിന്റെ ആവശ്യമേ വരാറുള്ളൂ. ഓക്കെ, നമ്മൾ ചെയ്യുന്ന മോഷൻ ഗ്രാഫിക്സ് വർക്കിന് എത്തരത്തിലുള്ള അനിമേഷൻ ആണ് വേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം ഡീറ്റെയിൽഡ് ഉള്ള അനിമേഷൻ വേണം എന്നതനുസരിച്ചാണ് നമ്മൾ ടൂൾസ് ചേഞ്ച് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള ഒരു അനിമേഷൻ കാര്യങ്ങളെല്ലാം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരക്ടറിനെ പ്രോപ്പർ ആയിട്ട് റിഗ് ചെയ്യുകയും അനിമേറ്റ് ചെയ്യുകയും ചെയ്യും. അതല്ല വളരെ ചെറുതായുള്ള ഒരു ലൂപ്പ് അനിമേഷൻ ഒക്കെ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ആങ്കർ പോയിന്റ് വെച്ച് ചെയ്യും. അതുമല്ല കുറച്ചുകൂടി സ്റ്റൈലൈസ്ഡ് ആയുള്ള രീതിയിലുള്ള മോഷനും കാര്യങ്ങളൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പപ്പറ്റ് പിൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് പപ്പറ്റ് പിൻ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം മെയിൻ ജോയിന്റ് എല്ലാം പിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാനിതിന് ചെറിയൊരു അനിമേഷൻ കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ഈ ഒരു കൈയിന്റെ ജോയിന്റ് ആണ് മൂവ് ചെയ്യുന്നത്. റീസൺ വരുന്നതുകൊണ്ടല്ല, ഷോൾഡർ പോയിന്റ് അല്ലെങ്കിൽ എൽബോ പോയിന്റ് വളരെ ചെറുതായിട്ട് മൂവ് ചെയ്യുമ്പോൾ പോലും എൻഡിലേക്കുള്ള ഈ ഒരു മാഷ്മെല്ലോ പീസ് അല്ലെങ്കിൽ ആ ഒരു ബോഡി പാർട്ടിന്റെ ഏറ്റവും എൻഡിലുള്ള സബ്ജക്ട് കുറച്ചും കൂടി വലുതായിട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. മൂവ്മെന്റ് കുറച്ചുകൂടി ബെറ്റർ ആവാനുണ്ട്. ഞാൻ അതിന്റെ കീ ഫ്രെയിംസിലേക്ക് വന്നു. അതിനുശേഷം ആ മൂവ്മെന്റ് കുറച്ചൊന്ന് ബെറ്റർ ആക്കി വെക്കുകയാണ്. ഒരുപാട് സ്ട്രെച്ച് ആവാത്ത രീതിയിൽ വേണം അനിമേറ്റ് ചെയ്യാൻ. പപ്പറ്റ് പിൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്, ഒരുപാട് സ്ട്രെച്ച് ആവാൻ പാടില്ല. ഓക്കെ, ഇവിടുത്തെ അനിമേഷൻ ഞാനൊന്ന് പ്രോപ്പർ ആക്കുകയാണ്. കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, സ്മൂത്ത് ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ മാഷ്മെല്ലോ പീസിന്റെ അനിമേഷൻ മാത്രം ഒന്ന് ഗ്രാഫിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. വരുന്നതുകൊണ്ടല്ല, അത് കുറച്ചും കൂടി പതുക്കെ അനിമേറ്റ് ആയാൽ മതിയാകും. അവിടെ പോയി ഒന്ന് റിലാക്സ് ആയതിനു ശേഷം മാത്രം തിരിച്ചു വന്നാൽ മതിയാകും. ഓക്കെ, ആ ഒരു അനിമേഷൻ എനിക്ക് ഓക്കെയാണ്. ഞാൻ ജസ്റ്റ് ആ കീ ഫ്രെയിംസ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അതിനുശേഷം ആ ഒരു ഗ്രാഫ് ഒന്നുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് എഡിറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ലൂപ്പ് അനിമേഷൻ പോലെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്.
ഓക്കെ, അനിമേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു കൈയിൻ്റെ മൂവ്മെന്റ് കുറച്ച് ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കീ ഫ്രെയിംസ് ഒന്ന് സെലക്ട് ചെയ്ത് കുറച്ചൊന്ന് സ്ലോ ആക്കുകയാണ്. ഓക്കെ, ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് അനിമേഷൻ കുറച്ചൊന്ന് സ്പീഡിലാണ്. നമുക്ക് അത്രയും മോഷൻ വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ അതിലത്തെ കുറച്ച് കീ ഫ്രെയിംസ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, നമ്മുടെ അനിമേഷൻ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനിമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടറിന്റെ കണ്ണ്, മുഖം, കാല്, ബോഡി എല്ലാം നിങ്ങൾക്ക് അനിമേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഇത്ര പോകുന്നുള്ളൂ. നമുക്ക് നമ്മുടെ മെയിൻ സീനിൽ ഈ ഒരു ക്യാരക്ടറിന്റെ അനിമേഷൻ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഓക്കെ, ആ ഒരു മൂവ്മെന്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. നെക്സ്റ്റ് നമ്മൾ അനിമേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫയറിനെയാണ്. വെക്ടർ ആയിട്ടുള്ള ഈ ഒരു ഫയർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പകരം വേറൊരു ഫയറിന്റെ അനിമേഷൻ നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഞാൻ ഈ ലെയർ ഒന്ന് ഹൈഡ് ചെയ്തു. അതിനുശേഷം ഒരു ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഫയർ എന്ന നെയിം കൊടുത്തു. അതിനുശേഷം ഇതിന്റെ വിഡ്ത്ത് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫയറിന്റെ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തു. ആഫ്റ്റർ എഫക്ട്സിൽ നമുക്ക് പല രീതിയിൽ ഫയർ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെമി റിയലിസ്റ്റിക് ഫയർ മുതൽ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള വെക്ടർ ഡിസൈൻസിലൊക്കെ യൂസ് ചെയ്യുന്ന തരം ഫയറും നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് അത്തരത്തിലുള്ള ഒരു ഫയറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ളത്. ജസ്റ്റ് പെൻ ടൂൾ എടുക്കുക. അതിനുശേഷം ഒരു ഷേപ്പ് വരയ്ക്കുക. ഓക്കെ, ഇനി ഞാനിതിലേക്ക് വേവ് റാപ്പ് എന്ന് പറയുന്ന ഒരു എഫക്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. വേവ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എഫക്ട് കാണാം. ഞാൻ ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ലെയർ അതിപ്പോ ഒരു സോളിഡോ ഷേപ്പോ എന്താണെങ്കിലും അതിനെ നമുക്കൊരു വേവ് അനിമേഷൻ രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു എഫക്റ്റ് ആണിത്. നിങ്ങൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വേവ് എഫക്റ്റ് കാണാം. ഇപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഞാൻ ജസ്റ്റ് അതിന്റെ ഡയറക്ഷൻ ഒന്ന് മുകളിലേക്ക് ആക്കി വെക്കുകയാണ്. മുകളിലേക്ക് ആക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വേവുകൾ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ആ വേവിന്റെ ഹൈറ്റും വിഡ്ത്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 150, 160 വാല്യൂ ആണ് കൊടുക്കുന്നത്. അതിനുശേഷം വേവ് ഹൈറ്റ് ഞാൻ 20 കൊടുക്കുകയാണ്. 19 മതിയാവും. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വേവ് അനിമേഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേവിന്റെ സ്പീഡ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. വേവിന്റെ സ്റ്റൈല് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം എക്സ്പ്ലോർ ചെയ്ത് നോക്കേണ്ടതാണ്. നെക്സ്റ്റ് ഞാൻ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഷേപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തു. അതിനുശേഷം ഞാൻ അതിന്റെ വേവ് ഹൈറ്റ് ഒരു മൈനസ് വാല്യൂയിലേക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കാണാം. ഞാൻ ജസ്റ്റ് അത് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വേവ് അനിമേഷൻ കാണാം. നെക്സ്റ്റ് ഞാൻ ഇതിന് ഒരു ആൽഫ ട്രാക്ക് മാറ്റ് കൊടുക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ രണ്ട് ഷേപ്പുകൾ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ മാത്രം അനിമേറ്റ് ആയി കിട്ടാൻ വേണ്ടിയാണ്. പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വളരെ ചെറിയ ഡീറ്റെയിൽ ആയി കാണാൻ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അതിനുശേഷം രണ്ടും കൂടി സെലക്ട് ചെയ്ത് കുറച്ചൊന്ന് മൂവ് ചെയ്ത് വെക്കാം. ജസ്റ്റ് മൂവ് ചെയ്ത് വെക്കുന്നതിനൊപ്പം തന്നെ അതിന്റെ ഷേപ്പ് കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു അനിമേഷൻ കിട്ടും. കണ്ടോ? അതിനുശേഷം അതിന്റെ ടൈം കാര്യങ്ങൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ചൊന്ന് ബാക്കോട്ട് മൂവ് ചെയ്യാണ്.
ഇവിടെ തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുത്താവുന്നതാണ്. മൂവ് ചെയ്ത് വെക്കണമെങ്കിൽ മൂവ് ചെയ്ത് വെക്കാം. ഇതേ സെയിം പ്രോസസ് തന്നെ 1-2 തവണ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു അനിമേഷൻ എനിക്ക് ഓക്കെയാണ്. നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂസും കാര്യങ്ങളെല്ലാം ഓരോന്നിലും ചേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഓരോ വാല്യൂസിന് ചെറിയ ചേഞ്ചസ് വരുത്തുമ്പോൾ തന്നെ ഈ ഒരു അനിമേഷൻ വേറെ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയുള്ള റിസൾട്ട് കിട്ടുന്നവരെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഈ ലെയേഴ്സ് എല്ലാം സെലക്ട് ചെയ്ത് അതിന്റെ ഒപ്പാസിറ്റി ഒന്ന് ഡൗൺ ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ഒരു ന്യൂ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഒരു ഗ്രേഡിയന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്രേഡിയന്റ് റാമിന്റെ പോയിന്റ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ ആ കളേഴ്സ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വൈറ്റിന്റെ സ്ഥാനത്ത് ഞാനൊരു ലൈറ്റ് യെല്ലോയും ബ്ലാക്കിന്റെ സ്ഥാനത്ത് ഞാനൊരു റെഡ് ടോണുമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, കുഴപ്പമില്ല. അതിനുശേഷം ഇതൊന്ന് പ്രീകമ്പോസ് ചെയ്യുക. ദെൻ ഞാനിത് കുറച്ചൊന്ന് സ്ക്യൂ ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിനൊരു ഗ്ലോ എഫക്റ്റ് കൂടി കൊടുക്കാം. അതിന്റെ വാല്യൂസും കാര്യങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിന്റെ വാല്യൂസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് അതിന്റെ ഉള്ളിൽ കുറച്ച് ചേഞ്ചസ് എടുത്താണ്. ആ യെല്ലോസിന്റെ വാല്യൂ കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടാനും. ഈ ഒരു വാല്യൂ എനിക്ക് ഓക്കെ ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ഒരു അനിമേഷൻ നമ്മുടെ മെയിൻ സീനിലേക്ക് കൊണ്ടുവരുവാണ്. കുറച്ചൊന്ന് സ്കെയിൽ ഡൗൺ ചെയ്ത് വേണ്ട രീതിയിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ? ഓക്കെ, ആ ഒരു അനിമേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഇത് ആഡ് ചെയ്യാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലോ കുറച്ച് ഏരിയ കൊണ്ട് സ്പ്രെഡ് ആവാൻ വേണ്ടി ഒരു പുതിയ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്ത് അത് ഈ ഒരു ഫയർ കോമ്പോഷന്റെ താഴെ കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ബ്രൈറ്റ്നെസ് ആഡ് ചെയ്യാണ്. വാല്യൂ കുറച്ചൊന്ന് അപ്പ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ഒരു ടിന്റ് എഫക്റ്റ് അപ്ലൈ ചെയ്യാണ്. ദെൻ ഞാൻ ജസ്റ്റ് ഈ ഒരു ലെയർ ഒന്ന് മാസ്ക് ചെയ്യാണ്. അതിനുശേഷം അതിന്റെ ഒപ്പാസിറ്റി കുറച്ച് ഡൗൺ ചെയ്യുക. ആ ഒരു മാസ്കിന്റെ സൈസ് കുറച്ചുകൂടി ഡൗൺ ചെയ്യുക. ഫെദർ വാല്യൂ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കതൊരു ഗ്ലോ പോലെ ഒരു അഡീഷണൽ എഫക്റ്റ് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ ഒരു മോഷൻ ഗ്രാഫിക്സ് അനിമേഷൻ ചെയ്തെടുത്തു. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഡീറ്റെയിൽഡ് ആയുള്ള ഒരു അനിമേഷൻ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയുള്ള സെപ്പറേറ്റ് ലേയേഴ്സ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുകയും ഇതിനെ ഒരു 3D എൻവയോൺമെന്റിൽ പ്ലേസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3D ക്യാമറ മോഷൻ എല്ലാം ഇവിടെ കൊടുക്കാൻ പറ്റും. പാനിങ് മൂവ്മെന്റോ അല്ലെങ്കിൽ ഒരു ഡോളിംഗ് മൂവ്മെന്റോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ വെക്ടേഴ്സ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ നിന്ന് ലേയേഴ്സ് ഇതുപോലെ കൊണ്ടുവന്ന് ഇവിടെ മാറ്റ് പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ 3D രീതിയിൽ അലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഷൻ പോസ്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്ന പല മോഷൻ ഗ്രാഫിക്സ് വീഡിയോകളും മോഷൻ ഗ്രാഫിക്സ് ആഡുകളെല്ലാം വെക്ടറിൽ ഡിസൈൻ ചെയ്യുകയും ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്ത് അനിമേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.